എരിവും പുളിയും മധുരവും ഉപ്പും ഒക്കെയുള്ള നല്ല ഒരു അടിപൊളി തൊടുകറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും പച്ചമുളകും ചെറിയൊരു കഷ്ണം തേങ്ങയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 ഐറ്റം നമ്മൾ ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലൊന്നും ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞ് മൂത്ത് പോകണ്ട. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ പൊടികളിലെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ വലുപ്പത്തിലുള്ള നമ്മുടെ പിഴുപുളി വാളംപുളി പിഴിഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരുമ്പോഴത്തേക്ക് കുറച്ച് ശർക്കര അത് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റി വരുമ്പോഴേക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ച് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ ഈ തിളച്ച് കുറുകിയിരിക്കുന്ന ഈ മിക്സിലേക്ക് ഇട്ട് താളിച്ചെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എരിവും പുളിയും ഉപ്പും ഒക്കെയുള്ള അടിപൊളി പുളിയിഞ്ചി റെഡിയായി.